കെ ന്യൂസിന്റെ വാർത്താ വിശകലന പരിപാടിയായ മാപ്ര മാർക്കറ്റിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാരുടെ ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന സർക്കാരും വർദ്ധിപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കെ വി തോമസിനും PSC അംഗങ്ങൾക്കും കയ്യിൽ നോട്ടുകെട്ടുകൾ തന്നെ വെച്ചു കൊടുക്കുന്നത് കേന്ദ്രം കൂട്ടിയിട്ടാണോ എന്ന് ഏതെങ്കിലും നജീബ് കാന്തപുരങ്ങൾ സഭയിൽ ഒരു സംശയം ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ഈ പാവം മാപ്രയ്ക്കും സംശയം. ഒടുവിൽ ആശാവർക്കർമാരുടെ സമരം തീർക്കണമെന്ന് RJDയും സമരം തീർക്കാൻ ഇടപെടൽ വേണമെന്ന് CPIയും നിലപാടെടുത്തു കഴിഞ്ഞു. രണ്ടും കൽപ്പിച്ചാണ് രണ്ട് ഇടത് ഘടക കക്ഷികൾ ഇങ്ങനെ ഒരു കടുങ്കൈക്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. എത്ര കാലമെന്ന് കരുതിയ വല്യേട്ടൻ പറയുന്നതിനെല്ലാം ഏറാൻ മൂളി അടങ്ങിയിരിക്കുന്നത്? മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ എന്തേലും പറഞ്ഞായിരുന്നോ എന്ന് മൂപ്പര് ചോദിച്ചാൽ ആര്? ഞങ്ങളോ? ഞങ്ങൾ അത്രക്കാരൊന്നുമല്ലെന്ന് പറഞ്ഞ് മാനത്തേക്ക് നോക്കിയിരുന്നാ പോരെ. സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ബിനോയ് വിശ്വത്തിന് വന്ന പക്വത കാനത്തിനെ പോലും വെല്ലുന്നതായി. ഒരു കണക്കിൽ പറഞ്ഞാൽ അത് എന്തായാലും നന്നായി. K. ഇസ്മായിൽ എന്ന മൂത്ത സഖാവ് പാർട്ടിക്ക് അപമാനം വരുത്തിയതിനാണത്രേ 6 മാസത്തേക്ക് അങ്ങേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള അപമാനവും വായിൽ കോലിട്ട് കുത്തിയാലും മാന്ന് മിണ്ടാത്ത സെക്രട്ടറി ബിനോയ് വിശ്വം മൂലം ഒരിക്കലും പാർട്ടിക്ക് ഉണ്ടാകില്ലെന്ന് ഉറപ്പാണല്ലോ. ആശമാർക്ക് വേണ്ടി അവരുടെ സമരം തീർന്നേക്കുമെന്ന് സംശയം തോന്നിയതോടെയാണെങ്കിലും അവസാനം സമരം തീർക്കണമെന്ന് പറയാൻ ധൈര്യം കാണിച്ച ബിനോയ് വിശ്വത്തിനോട് ആശമാർക്ക് നന്ദിയുണ്ട്. ഓണറേറിയം 21,000 ആക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് ആശാവർക്കർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന MA ബിന്ദുവും S മിനിയും ഓണറേറിയം കൂട്ടാൻ കേന്ദ്രമന്ത്രിയുടെ അനുമതി ആവശ്യമില്ലെന്നും അതിനായി കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ലെന്നും ഇൻസെന്റീവ് കൂട്ടാനാണ് മന്ത്രി പോയതെങ്കിൽ നല്ലതെന്നും അവർ പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് മന്ത്രി വീണ അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷിയെ കൊല്ലണ്ടെന്നാണ് ആശമാരുടെ പക്ഷം. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ലെന്നായിരുന്നു ദില്ലിയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ആശാവർക്കർമാരുടെ പ്രശ്നത്തിനാണത്രേ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോയത്. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി അയച്ച കത്തും മന്ത്രി പുറത്തുവിട്ടു. വീണ വരുന്നെന്ന് താൻ അറിഞ്ഞില്ലെന്നും വേണേൽ അടുത്ത ആഴ്ച വന്ന് കണ്ടോട്ടെ എന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി. കേന്ദ്രം കൊടുക്കുന്നത് ഇൻസെന്റീവ് ആണല്ലോ, അത് കൂട്ടിക്കൊടുക്കുമെന്ന് കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ചതാണല്ലോ. പിന്നെന്തിനാ തന്നെ കാണുന്നതെന്ന് അറിയില്ലെന്നും കേന്ദ്രൻ ഒരു താങ്ങുകയും ചെയ്തു. അതോടെ സംഗതി എവിടെയോ പാളി. യാത്രാദ്ദേശം ക്യൂബ മന്ത്രിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഡൽഹിയിലേക്ക് ഓടിപ്പോയതെന്നും അതിനുള്ള ചെലവ് നമ്മുടെ ഖജനാവിലെ പണം കൊണ്ടാണെന്നും അത് മറച്ചു പിടിക്കാനാണ് ആശാ പ്രശ്ന പരിഹാരമാക്കി യാത്രാ ലക്ഷ്യം വീണ മാറ്റി പറഞ്ഞതെന്നും അവിടുത്തെ വലിയ മാപ്രകള് കണ്ടെത്തി. പിന്നെ വീണാ മന്ത്രി വീണത് വിദ്യയാക്കാൻ പണ്ടേ മിടുക്കിയായ പഴയ ഒരു മാപ്രയാണല്ലോ. എല്ലാ മാപ്രകളുടെ തലയിൽ തന്നെ വെച്ച് കെട്ടി വീണ തടി തപ്പി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിർണായക തീരുമാനങ്ങളുമായി താമരശ്ശേരി പുതുപ്പാടിയിലെ 23 മഹല്ല് കമ്മിറ്റികളുടെ സംയുക്ത യോഗം. ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ വിവാഹത്തിന് മഹല്ലുകൾ സഹകരിക്കില്ലെന്നും ലഹരി കുറ്റവാളികളെ മഹല്ലുകൾ ബഹിഷ്കരിക്കുമെന്നും അവർ വ്യക്തമാക്കി. അതേതായാലും കലക്കി, നല്ല അടിച്ചാപ്പൊളി തീരുമാനം. ആവശ്യം വരുമ്പോ ഓടിച്ചെന്ന അതിപ്പോ ശവവടക്കിനാണെങ്കിലും വിവാഹത്തിനാണേലും പണ്ട് അതുവരെയുള്ള ഇടപാടുകൾ കുടിശ്ശികയെല്ലാം തീർത്ത് പുതുതായി ചില പിരിവുകളും കൂടി വാങ്ങിവെച്ച് ക്രിസ്ത്യൻ ഇടവക പള്ളികളിൽ നാളിതുവരെ കാര്യം നടക്കാനുള്ള പാസ് കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കത്തിന് മുസ്ലിം പള്ളികളിൽ ഒന്നും മരിച്ചയാളുടെ സ്വഭാവ ഗുണമോ ബാധ്യതയോ സമുദായത്തിലെ ഏത് അവാന്തര വിഭാഗമാണെന്നോ ഒന്നും ഇതുവരെ നോക്കിയിരുന്നില്ല. വിവാഹം നടത്തിക്കൊടുക്കുന്ന കാര്യത്തിലും മുസ്ലിയാക്കന്മാർ പ്രത്യേക നിബന്ധനകൾ ഒന്നും ഏർപ്പെടുത്തിയിരുന്നതായി നാളിതുവരെ കേട്ടുകേൾവിയുമില്ല. ഇതിപ്പോ പുയ്യാപ്പള ചെക്കന്മാരുടെ നിർഗന്ധലയ്ക്കടിക്കണ തീരുമാനമായി പോയി താമരശ്ശേരി പുതുപ്പാടി മഹല്ല് കമ്മിറ്റിയുടേതെന്ന് പറയാതിരിക്കാൻ വയ്യ.
എല്ലാ മഹല്ലുകളും ക്രിസ്ത്യൻ ഹിന്ദുമത വിഭാഗങ്ങളും കൂടി ഇങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ ബഹുക്ഷേമമാകും. നമ്മുടെ രജിസ്ട്രാഫീസുകളില് കല്യാണം നടത്തി കൊടുക്കാൻ മാത്രമായിട്ട് ഒരു സെക്ഷൻ തുടങ്ങേണ്ടി വരുമെന്നാണ് മാപ്രപക്ഷം. കോടതിയിലേക്ക് ആരോഗ്യത്തോടെ നടന്നു വരുന്ന ഉന്നതരായ പ്രതികൾ കോടതിയിലെത്തുമ്പോൾ കുഴഞ്ഞു വീഴുന്ന പതിവ് പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ KM അനന്തകുമാറിന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. പല കേസുകളും പരിഗണിച്ചായിരുന്നു നിരീക്ഷണം. നമ്മുടെ PC ജോർജിന് കോടതിയുടെ പടി കടന്നപ്പോ ഹൃദയവാൽവിന് ബ്ലോക്ക്. റിമാൻഡ് ചെയ്ത് ജയിലിൽ അടക്കേണ്ട ജോർജിനെ നേരെ ആശുപത്രിയിലേക്ക്. 2 ദിവസം കഴിഞ്ഞ് മൂപ്പർക്ക് ജാമ്യം കിട്ടിയതോടെ മൂപ്പരെ ബ്ലോക്ക് എല്ലാം തീർന്ന് ജോർജ് നേരെ വീട്ടിലേക്ക്. അപ്പന്റെ ഹൃദയത്തിന് രോഗമുണ്ടെന്ന് അതോടെ കണ്ടെത്താനായെന്നും അതിന് നന്ദിയുണ്ടെന്നും അന്നേരെ മകൻ പറഞ്ഞു. പണ്ട് ബാലകൃഷ്ണപിള്ള മുതൽ ഇങ്ങനെ ഓരോരോ നേതാക്കന്മാർ കോടതിയിലെത്തുമ്പം കുഴഞ്ഞു വീഴുന്നത് കണ്ട് മടുത്തായിരിക്കും അവസാനം ഹൈക്കോടതി ഇനി കുഴഞ്ഞു വീഴാൻ ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത്. ജാമ്യം തരൂല, റിമാൻഡിൽ പോയിക്കോളാൻ പറഞ്ഞാലല്ലേ ലവന്മാര് കുഴഞ്ഞു വീഴുന്നുള്ളൂ. കോടതി വരുമ്പോഴേ ജാമ്യം കൊടുത്താൽ പിന്നെ കുഴയത്തില്ലല്ലോ എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ഈ മാപ്രയ്ക്ക് ചോദിക്കാനുള്ളത്. രോഗികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികളെ നിയന്ത്രിക്കാൻ സംസ്ഥാനങ്ങൾ നയരൂപീകരണം നടത്തുന്നതാണ് ഉത്തമമെന്നും ജസ്റ്റിസ് സൂര്യകാന്തും N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കിയത്. കോടീശ്വർ സിംഗ് എന്ന ജഡ്ജി അടക്കം ഉൾപ്പെടുന്ന കോടതിയുടെ നീക്കമൊക്കെ കൊള്ളാം. പക്ഷെ കോടികളുടെ അഴിമതി പണം വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ ഓടിയെത്തിയ ഫയർഫോഴ്സ് കണ്ടെടുത്ത ജഡ്ജിയെ പോലെയുള്ള ജഡ്ജിമാരുടെ കാര്യത്തിലും സുപ്രീം കോടതി മാന്യമായൊന്ന് ഇടപെടണം. ഇവിടെയും ചില കേസുകളിലെ പ്രതികളുടെയൊക്കെ ജാമ്യവും ശിക്ഷാവിധിയും ഒക്കെ കാണുമ്പോൾ ചില ജഡ്ജിമാരുടെ വീട്ടിലൊക്കെ വട്ടച്ചിലവിന് പോലും കാശില്ലാതെ അവര് ബുദ്ധിമുട്ടൊന്നുണ്ടാകുന്നില്ലേ എന്ന് ഈ മാപ്രയ്ക്കൊരു സംശയം ഇല്ലാതില്ല. കർണാടകയിൽ MLA-മാരുടെ ശമ്പളം ഇരട്ടിയാക്കി സർക്കാർ. അടിസ്ഥാന ശമ്പളം 40,000 രൂപയിൽ നിന്ന് ഒറ്റയടിക്ക് 80,000 രൂപയാക്കി. നിലവിൽ MLA-മാർക്ക് അലവൻസുകളടക്കം 3 ലക്ഷത്തോളം രൂപ മാസവരുമാനം ഉണ്ടായിരുന്നു. പുതിയ ശമ്പള വർധനവോടെ അത് 5 ലക്ഷം രൂപ വരെയായി വർദ്ധിക്കും. 2 ലക്ഷത്തോളം രൂപയുടെ വർധനവാണ് ഒറ്റയടിക്ക് ഉണ്ടാക്കിയത്. പക്ഷെ ആശാ വർക്കർമാർ അവിടെ 10,000 രൂപയെ ചോദിച്ചുള്ളൂ. രണ്ടൊന്നും ആലോചിക്കാതെ അതവർ അപ്പ തന്നെ കൂട്ടിക്കൊടുത്തു. അപ്പോ പിന്നെ MLA-ക്ക് കിട്ടിയതിനെ കുറ്റം പറയാൻ നമ്മളില്ലേ? പിന്നെ ഇവിടെ 2 കൊല്ലം മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ പണിതാ മതി, പിന്നെ ആജീവനാന്തം അവനൊക്കെ പെൻഷനും ആനുകൂല്യങ്ങളും ഉണ്ടെന്ന വാർത്തയറിഞ്ഞ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഞെട്ടിപ്പോയത്രേ. കലികാലം KV തോമസിന്റെയും പഴയ DIG ബെഹ്റയുടെയും ഒക്കെ ഇപ്പോഴത്തെ മാസവരുമാനം കൂടി കേട്ട സുപ്രീം കോടതി ഞെട്ടുക മാത്രമല്ല ബോധം കെട്ടേക്കുമെന്നാണ് മാപ്രയ്ക്ക് പറയാനുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനും അടിസ്ഥാന ചെലവുകൾ വഹിക്കാനും പാടുപെടുന്ന സാഹചര്യത്തിലും രേവന്ത് റെഡ്ഡി സർക്കാർ സൗന്ദര്യ മത്സരത്തിന് ഭീമമായ തുക അനുവദിച്ചുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം. മിസ് വേൾഡ് മത്സരത്തിന് 200 കോടി അനുവദിച്ചപ്പോൾ ഫോർമുല E റേസ് ഇവന്റിനായി 46 കോടി സർക്കാർ ചെലവഴിച്ചെന്നാണ് BRS നേതാവ് KT രാമറാവു ആരോപിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാ നമ്മുടെ സർക്കാർ മെസ്സിയെ കൊണ്ടുവരാൻ 200 കോടി ചെലവാക്കുന്നു എന്ന ആവലാതി പറയുന്ന ചില അലവരാദികളെ ഓടിച്ചു പിടിച്ച് കിണറ്റിലിടാൻ തോന്നുന്നത്. കർണാടക നിയമസഭയിൽ ആളിക്കത്തി ഹണി ട്രാപ്പ് വിവാദം. ദേശീയ നേതാക്കളടക്കം 48 പേരെ ഹണി ട്രാപ്പിൽ കുടുക്കിക്കഴിഞ്ഞുവെന്ന് സഹകരണ മന്ത്രി KN രാജണ്ണ സഭയിൽ ആരോപിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദേശീയ നേതാക്കളടക്കം കുടുങ്ങിയിട്ടുണ്ടെന്നാണ് മന്ത്രി ആരോപിച്ചത്. സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകുമെന്നും രാജണ്ണ പറഞ്ഞിട്ടുണ്ട്. സഹകരണ മന്ത്രി തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഹണി ട്രാപ്പുകാരുടെ കഷ്ടകാലം ഇനി കണ്ടവരുണ്ടാകുമോ? ആരുടെയൊക്കെ എന്തെല്ലാം ഹണി ട്രാപ്പുകാര് അടിച്ചു മാറ്റിയെന്നേ ഇനി കണ്ടെത്തേണ്ടതുള്ളൂ.
കേരളത്തിലുമുണ്ട് ഇങ്ങനെ ഓടിച്ചെന്ന് കയറി അണി ട്രാപ്പിൽപ്പെടുന്ന വങ്കന്മാര് കുറച്ച്. പണ്ട് അണി ട്രാപ്പിൽപ്പെട്ട് സ്വന്തം കിഷ്കിണ്ടാകാന്ഡം പോലും നഷ്ടപ്പെട്ട ഒരു പാവം സ്വാമി നമുക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ വരും പോലെ വരും, അതിന് വരുന്നത് വരും, അല്ല പിന്നെ. കർണാടക നിയമസഭയിൽ പുരുഷന്മാർക്ക് കുടിക്കാൻ മദ്യം സൗജന്യമായി നൽകണമെന്ന ആവശ്യവുമായി മുതിർന്ന JDS നിയമസഭാംഗം MD കൃഷ്ണപ്പ. മൂപ്പര് പറയണ ന്യായം ഇതാണ്: നിങ്ങൾ സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപയും സൗജന്യ വൈദ്യുതിയും സൗജന്യ ബസ് യാത്രയും എല്ലാം നൽകുന്നില്ലേ? അത് ഞങ്ങളുടെ കൂടി, അതായത് ആണുങ്ങളുടെയും കൂടി പണമാണെന്ന്. അതിനാൽ കള്ളു കുടിക്കുന്നവർക്ക് ആഴ്ചയിൽ 2 കുപ്പി മദ്യം സൗജന്യമായി നൽകുക എന്നാണ് MLA-യുടെ ആവശ്യം. കർണാടക നിയമസഭയിലേക്ക് കൃഷ്ണപ്പ ഇനി എവിടെ നിന്ന് മത്സരിച്ചാലും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമത്രേ. കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും മദ്യത്തിനെതിരാണ് കേട്ടോ. മദ്യനിയന്ത്രണം മാത്രം ലക്ഷ്യം വെക്കുന്ന ഭരണകക്ഷി അത് ഉദാരമാക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് താനും. എല്ലായിടത്തും എപ്പോഴും ഇഷ്ടം പോലെ കിട്ടിയാൽ പിന്നെ മടുപ്പും അറപ്പും തോന്നി ഒരുത്തനും പിന്നെ കുടിക്കാൻ പോകില്ലെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. കുടുംബശ്രീ വർക്കർമാർക്ക് 1 രൂപ പോലും വേതനം കൂട്ടിക്കൊടുക്കില്ലെന്ന് വാശിയുള്ള സർക്കാർ അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ 2 ബാറും 1 ബീവറേജ് ഷോപ്പും എന്തായാലും ഉടൻ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാനുള്ള മദ്യനയത്തിനാണ് അവരുടെ ശ്രമം. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിൽ UN പുറത്തിറക്കിയ വാർഷിക വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടാണ് തുടർച്ചയായ 8ാം വർഷവും ഫിൻലാൻഡിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ, നെതർലാൻഡ്സ്, കോസ്റ്റാറിക്ക, നോർവേ, ഇസ്രായേൽ, ലക്സംബർഗ്, മെക്സിക്കോ എന്നിവയാണ് ആദ്യ 10ൽ ഇടം നേടിയ മറ്റ് രാജ്യങ്ങൾ. UK 23ാം സ്ഥാനത്തും അമേരിക്ക 24ാം സ്ഥാനത്തുമുള്ള ആ റിപ്പോർട്ടിൽ 147 രാജ്യങ്ങളിൽ 118ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യയുടെ സന്തോഷ സ്ഥാനം കേട്ടപ്പോൾ സന്തോഷമായില്ലേ? അപ്പോ പിന്നെ മറ്റൊരു സന്തോഷ വാർത്തയുമായി മാപ്ര അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി, നമസ്കാരം.